ഹായ് ഹലോ മുത്തുമണീസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൗൺ ക്ലബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മിന്നിച്ചേക്കണം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരണത്. അപ്പൊ എന്റെ പേര് വിളിക്കാം. പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് ലൈൻ കുറച്ച് കൂടി നിൽക്കണമെന്നില്ല, ഒന്ന് രണ്ട് സൈഡിലോട്ടായിട്ട് മാറി നിൽക്കാം. പേര് വിളിക്കുന്ന ആൾക്കാർ വന്നിട്ട് പോകുന്നില്ല. അവിടെ ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ടായി കുട്ടികളുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്റ്റമ്പിന് ബോൾ എറിഞ്ഞ് കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേണ്ട കണ്ടോ, അതാണ് ചേട്ടൻ്റെ മോനാണ്, മോൻ്റെ ഫ്രണ്ടാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സെൽഫി എടുക്കുന്നതിനിടയിൽ ഒരു കൊച്ചു വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേണ്ട അടുത്തത് നമ്മൾ ബിസ്ക്കറ്റ് ബൈറ്റിംഗ് അല്ലേ, അതുപോലെ നമ്മുടെ മുറുക്ക്. ഇതിപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണാം. നോർമലി നമ്മളിവിടെയൊക്കെ ബിസ്ക്കറ്റാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് മുറുക്ക് പോലുള്ള എന്തോ ഒരു സാധനം വെച്ചിട്ട് നല്ല നല്ല വെറൈറ്റി പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടെ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ ബളാൽ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഏട്ടൻ്റെ അച്ഛൻ്റെ നാടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ചെറിയ മോൻ. നേരത്തെ കണ്ടില്ലേ, മൂത്ത കുട്ടിയെ കണ്ടില്ലേ, ഇത് കുഞ്ഞ. ഇച്ചിരി കുറ്റക്കേടും കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ പിള്ളേർക്കായാലും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെറൈറ്റി കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമുക്ക് മിസ് ചെയ്തു. പിള്ളേരുടെ പരിപാടിയൊക്കെ കുറേ നമുക്ക് മിസ് ചെയ്തു. അപ്പോൾ അവർക്ക് അധികം പങ്കെടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ദേണ്ട നമ്മുടെ ദേവുണ്ട് കസേര കളിക്ക്. പ്രൈസൊന്നും കിട്ടിയില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പ്രൈസിലല്ലല്ലോ കാര്യം, വർഷത്തിലൊരിക്കൽ നമുക്ക് ആ ഓണാഘോഷം പരിപാടികളൊക്കെ വരണതാണ്. അപ്പം നമ്മൾ മാക്സിമം പങ്കെടുക്കുക, അത്രയേ ഉള്ളൂ. പങ്കെടുക്കുക, സമ്മാനമൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ ഓരോ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും നമ്മൾ ഓണാഘോഷ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിക്ക് പോയിട്ട് സദ്യ കിട്ടണത് കേട്ടോ. സത്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് സദ്യ കൊടുക്കുക എന്നുള്ളത്. നോർമലി നമ്മൾ ഓണാഘോഷ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പരിപാടിയൊക്കെ ഒരു ഉച്ച 1-1:30 ആകുമ്പോൾ പരിപാടി ഏകദേശം പിള്ളേരുടെ പരിപാടിയൊക്കെ തീർത്തിട്ട് 1:30 ആകുമ്പോൾ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഓപ്പൺ ടു ഓൾ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് വരാറാ പതിവ്. പക്ഷെ അതിലും എത്രയോ ഒരു ഇതായിട്ട് ഇത്രയും ആൾക്കാർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ജാതി ആൾക്കാർ തന്നെ കേട്ടോ. അത്രയും സ്നേഹമുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. ഫാമിലീസ് ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് തിരിച്ചു വരണത് ഈവനിങ് ആയപ്പോഴാണ്. ഇത് പിന്നെ ആണുങ്ങളുടെയാണ്. അതും ഒരു വല്ലാത്തൊരു ജാതിയാണ് കേട്ടോ. പുരുഷന്മാരുടെ പ്രോഗ്രാമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയോ. ഇത് അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, മൂത്തമ്മ. പിന്നെ മൂത്തമ്മയുടെ മോൻ്റെ ഭാര്യയാണ് സന്ധി ചേച്ചി. ഇത് നമ്മുടെ ദിച്ചിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതാണ് ഓണത്തല്ല്. ഞാൻ ഒട്ടുമിക്ക ലൈവിൽ 1-2 പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഓണത്തല്ല് എന്ന് പറയണത് ഇതാണ്. കണ്ടില്ലേ, 2 സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് തലയണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ആരാണോ വീഴണേ അവരവിട്ട്. ഇതിപ്പോൾ ഫൈനൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേര് ഓണത്തല്ലിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫൈനൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് അത്രയല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉറി പൊട്ടിക്കലാണ് മത്സരം ഉണ്ടായ പെണ്ണുങ്ങളുടെ. അപ്പോൾ അതിൽ നമ്മുടെ ഉല്ലാസേട്ടൻ്റെ വൈഫ് നമ്മുടെ സന്ധ്യ ചേച്ചിയില്ലേ, സന്ധ്യ ചേച്ചിയാണ് ഫസ്റ്റ് അടിച്ചത് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കസേരക്കളി. ഞാൻ കൂടിയില്ല സത്യം പറഞ്ഞാൽ. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കസേരക്കളിക്ക് ഞാൻ കൂടിയില്ല. ആ അമ്മയെ കണ്ടില്ലേ, പൊളിയാട്ടോ, വേറൊരു വൈബാണ് ആ അമ്മ. അപ്പോൾ അതിനിടയിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ്, പക്ഷേങ്കിൽ മഴ കാരണം അത് നടത്തിയില്ല ഗൈസ്. കറക്റ്റ് അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും നല്ല മഴ പെയ്ത് ആ ഒരു പ്രോഗ്രാം തന്നെ അവർ ക്യാൻസൽ ചെയ്ത് അതിന് പകരം വേറെ പ്രോഗ്രാം കൊണ്ടുവന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പരിപാടി. പിന്നെ ഇതേ അടുത്ത പരിപാടി. ഇത് ഞാൻ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണണേ. എന്താ അല്ലേ, അടിപൊളിയല്ലേ? നമ്മൾ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു ആഘോഷം, ഓണാഘോഷം എന്നൊക്കെ പറയണത്. നമ്മൾ വിഷുവിന് ഇതുപോലെ പരിപാടിയൊന്നും വെച്ചാൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഓണത്തിന് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം നമ്മൾ മാക്സിമം പങ്കെടുക്കുക എന്നല്ലേ. ഞാൻ പിന്നെ അവിടെ നമ്മളൊരു ഇതായിട്ട് പോയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടും കേട്ടോ, വയ്യെങ്കിലും ഞാൻ കൂടും. പിന്നെ അടുത്തത് നമ്മൾ ലാസ്റ്റ് കമ്പമില്ലായിരുന്നു. എൻ്റെ പൊന്നോ, അത് നേരിട്ട് കാണേണ്ട ഒരു അനുഭവമായിരുന്നു. ചളി എന്നൊക്കെ പറഞ്ഞാൽ ആ ചളിയിൽ കിടന്ന് തിരയുമായിരുന്നു ആൾക്കാർ. ഇപ്പം ഈ നിങ്ങൾ കാണുന്ന മാതിരിയൊന്നുമല്ല, കിടക്കുമായിരുന്നു. കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതാ കിടന്നിട്ടേ ചളിയിൽ കുളിക്കുമായിരുന്നു. കണ്ടോ ലാസ്റ്റ് അവരവിടെ കിടന്നു ഗൈസ്. പക്ഷേങ്കിൽ അവർ വലിച്ചെടുത്തേ, ഇവർ കിടന്നെങ്കിലും അവർ വലിച്ചെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ആ ഒരു സഹകരണം കണ്ടോ, യാതൊരു മടിയും ഇല്ലാതെ പ്രോഗ്രാമൊക്കെ പരിപാടിക്ക് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ആ ഒരു അടിപൊളിയാണ് ഗൈസ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഈ ഒരു ഓണാഘോഷ പരിപാടി എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിരുന്നു. ഇതെൻ്റെ ചേച്ചി കൈയൊക്കെ കാണിക്കണം. അത് തൊട്ടടുത്തിരിക്കുന്നത് മുത്തമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ അത് അവിടെയുള്ള കമ്മിറ്റിയിലുള്ള ഒരു ചേച്ചിയാണ്. പിന്നെ ബാക്കി ഇനി പൊതുപരിപാടിയായിരുന്നു ഗൈസ്. പൊതുപരിപാടി, സമ്മാനദാനം. അതിനിടയ്ക്ക് ഒരു ലക്കി ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ എന്തുവാ കൂപ്പൺ ഉണ്ടാവില്ലേ, സമ്മാന കൂപ്പണ് ഞങ്ങൾ അന്ന് രാവിലെ അവിടെ പോയിട്ട് എടുത്ത കൂപ്പണായിരുന്നു. അപ്പോൾ ഏട്ടനതെടുത്ത് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ അന്ന് അവിടെ പോയിട്ട് കൂപ്പൺ എടുത്തതായിരുന്നു. അതിനകത്ത് എനിക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഓണക്കോടി എന്ന് തന്നെ പറയാം. അത് തന്നെ എനിക്ക് ഭയങ്കര, അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സമ്മാന കൂപ്പൺ എടുത്തിട്ട് അത് അടിക്കണത്. അപ്പോൾ അത് ഓണത്തിന് ഒരു ഓണക്കോടിയായിട്ട് ചുരിദാർ സെറ്റായിരുന്നു കേട്ടോ. അതെനിക്കെന്തോ എൻ്റെ ദൈവം ദൈവത്തിൻ്റെ കൈ കൊണ്ട് എനിക്ക് ഓണക്കോടി കിട്ടിയ ഒരു ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അന്നത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 23rd ഓഗസ്റ്റ് 23rd ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അത്രയും ഹാപ്പിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിയായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സമ്മാനദാനമൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പ്രോഗ്രാം നടന്നത്. അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് പിന്നെ വടംവലീൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ദിവസമായില്ലേ. അതുകൊണ്ട് തന്നെ എനിക്കത് ഇത്ര ഓർമ്മയില്ല സമ്മാനം ഏതാണെന്നുള്ളത്. പിന്നെ മുയലിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുയലിനൊക്കെ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനൊന്നും കൂടിയിട്ടുമില്ല, എനിക്കൊട്ട് സമ്മാനവും കിട്ടിയില്ല. പക്ഷേങ്കിൽ എനിക്ക് ഓണക്കോടി കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ സമ്മാനമൊക്കെ കൂപ്പണിലെ പ്രൈസ് മണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ, ഓണാഘോഷ പരിപാടിയുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കൂടിയുണ്ട്, ഇനി മാക്സിമം ഞങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ഞാൻ കുറേ പ്രാവശ്യമായി പറയണത്, പക്ഷെ അതങ്ങനെയല്ല.
ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.